ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുനിത കിച്ചൺ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് നല്ല നല്ല ടിപ്സുകളായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ വരുന്ന പാറ്റയും പല്ലീനെയൊക്കെ നല്ല പൂർണ്ണമായിട്ട് തന്നെ തുരത്താനുള്ള നല്ല ടിപ്സുകൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ടിപ്സ് ഒന്ന് കണ്ടാലോ. നമ്മൾ ഇതുപോലത്തെ മിക്സിയുടെ ജാറിലൊക്കെ നമ്മൾ മസാലയൊക്കെ അരച്ച ശേഷം നമുക്ക് വേറെ കറികൾക്കൊന്നും ആ ഒരു ജാറിൽ അരയ്ക്കാൻ പറ്റാറില്ല. എന്നാൽ നമുക്ക് ആ ഒരു മസാലയുടെ മണം നമുക്ക് കറികളിലൊക്കെ വരാറുണ്ട്. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇതുപോലെ മസാലയൊക്കെ അരച്ച ജാറ് നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ ആ ഒരു സ്മെല്ല് മാറി കിട്ടാൻ വേണ്ടി നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു ടിപ്സാണ്. ഗ്യാസ് അടുപ്പ് ഇതുപോലെ ഒന്ന് കത്തിച്ച ശേഷം നമ്മൾ ഈ മസാല അരയ്ക്കുന്ന ആ ഒരു ജാറ് ഇതുപോലെ ഒന്ന് ചൂടാക്കി കൊടുക്കാം. അപ്പോൾ നല്ലതുപോലെ ചൂടായി കിട്ടണം കേട്ടോ. ആ ഒരു ഇത് സ്മെല്ലൊക്കെ നല്ലതുപോലെ മാറി കിട്ടുന്നത് വരെ ആ ഒരു മിക്സിയുടെ ജാറ് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കാം. നമ്മൾ കൈ കൊണ്ടൊക്കെ തൊടുമ്പോൾ തന്നെ നല്ലൊരു ഒരു പെട്ടെന്ന് കൈയൊക്കെ പെട്ടെന്ന് പൊള്ളുന്ന ആ ഒരു പരുവത്തിൽ നമുക്ക് അതൊന്ന് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം. ഇങ്ങനെ ചൂടാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു മസാലയുടെ ഒക്കെ സ്മെല്ല് പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് ചൂടാക്കിയ ശേഷം നമ്മൾ വേറെ കറികൾക്ക് അരയ്ക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ ആ ഒരു മണം കറികൾക്ക് വരില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ മസാലക്കൂട്ടുകളൊക്കെ നമ്മൾ ഈ മിക്സിയുടെ ജാറിലൊക്കെ അരച്ച ശേഷം നമുക്ക് അതിൻ്റെ ഒരു സ്മെല്ല് പോവാൻ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതാണ് ഏറ്റവും നല്ലൊരു ടിപ്സ്. നമ്മൾ അരിയൊക്കെ ഇട്ട് അരച്ചാലും പെട്ടെന്ന് അതിൻ്റെ സ്മെല്ല് പെട്ടെന്ന് മാറി കിട്ടില്ല. പക്ഷേ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ലതുപോലെ മാറിക്കിട്ടും. ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ. നമ്മുടെ വീട്ടിൽ വരുന്ന പാറ്റയുടെയും പല്ലിയുടെ ശല്യം മൂലം പൊറുതി മുട്ടുന്നവരായിരിക്കും എല്ലാ വീട്ടമ്മമാരും. അപ്പോൾ എത്ര തന്നെ വൃത്തിയാക്കിയാലും നമുക്ക് ചിലപ്പോൾ പാറ്റയുടെ പല്ലിയുടെ ശല്യം നിറയാറുണ്ട്. അപ്പോൾ അത് വരാതിരിക്കാനുള്ള കുറച്ച് നല്ല ടിപ്സുകൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ രാത്രി കാലങ്ങളിൽ ആഹാരമൊക്കെ കഴിച്ച ശേഷം വേസ്റ്റോടെ പാത്രങ്ങൾ സിങ്കിൽ വാരി ഇടാതെ ഇരിക്കുക. അപ്പോൾ അത് മാത്രമല്ല, നമ്മൾ പാത്രങ്ങളെല്ലാം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി സിങ്കും അതുപോലെ തന്നെ കിച്ചൺ ടൈലൊക്കെ എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ രാത്രി കാലങ്ങളിൽ പാറ്റയുടെയും പല്ലിയുടെയും ശല്യമൊക്കെ നല്ലതുപോലെ കുറഞ്ഞു കിട്ടും. നമ്മൾ വേസ്റ്റോടെ പാത്രങ്ങൾ വാരിയിട്ട് സിങ്കിലിട്ട ശേഷം അത് കഴുകാതെ നമ്മൾ ഇട്ടിട്ട് പോകുകയാണെങ്കിൽ അത് പിറ്റേന്നാകുമ്പോൾ തന്നെ നമുക്ക് നിറയെ പാറ്റയുടെ പല്ലിയുടെ ശല്യമൊക്കെ കൊണ്ട് പല രോഗങ്ങളും വരാറുണ്ട്. അപ്പം നമ്മൾ രാത്രി ആഹാരമെല്ലാം കഴിഞ്ഞ ശേഷം ആ വേസ്റ്റ് എല്ലാം ഒന്ന് മാറ്റി പാത്രങ്ങളൊക്കെ നല്ലതുപോലെ കഴുകിയ ശേഷം സിങ്ക് നല്ല സോപ്പ് ഉപയോഗിച്ച് വൃത്തിയാക്കിയ ശേഷം നമ്മൾ ഇത് സൂക്ഷിക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ പാറ്റയുടെയും പല്ലിയുടെയും ശല്യം വരാറില്ല. എപ്പോഴും നമ്മൾ കിച്ചൺ ടൈലും അതുപോലെ തന്നെ സിങ്കൊക്കെ എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ പല രോഗങ്ങളും നമുക്ക് തടയാൻ പറ്റും കേട്ടോ. പാറ്റയുടെ പല്ലിയുടെ ശല്യമൊക്കെ വരുന്നത് കൊണ്ട് തന്നെ പല രോഗങ്ങളും വരാറുണ്ട്. അപ്പോൾ അതൊക്കെ പൂർണ്ണമായിട്ട് തടയാൻ പറ്റും. അതുമാത്രമല്ല, പാറ്റയും പല്ലിയും നമ്മുടെ വീട്ടിൽ വരാതിരിക്കാൻ വേണ്ടി നമുക്ക് പെട്ടെന്ന് വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ച് തയ്യാറാക്കാൻ പറ്റിയ ഒരു സൊല്യൂഷന് നമ്മൾ തയ്യാറാക്കിയെടുക്കാം. ഒട്ടും കെമിക്കലില്ലാത്തൊരു സൊല്യൂഷനാണ് കേട്ടോ ഇത് തയ്യാറാക്കി കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ കുറച്ച് സവാള തൊലിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെയൊക്കെ തൊലി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ സവാളൊക്കെ എടുത്തതിന് ശേഷം അതിൻ്റെ ആ തോടൊന്നും കളയാതെ നമ്മളൊരു കവറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് ഇതൊരു പാത്രത്തിലേക്ക് ആക്കിയ ശേഷം അതിലേക്ക് കുറച്ച് ഗ്രാമ്പു ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ പല്ലിയും പാറ്റേനെയും അതുപോലെ തന്നെ ഈച്ചേനെയൊക്കെ തുരത്താൻ ഗ്രാമ്പു ഏറ്റവും നല്ലതാണ് കേട്ടോ. ഇനി നമുക്കിതിനെ നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു കാര്യം കൂടി ചേർത്ത് കൊടുക്കുക. 2 പച്ചമുളകും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ പച്ചമുളകും കൂടി ചേർക്കുകയാണെങ്കിൽ നമുക്ക് പല്ലിയും പാറ്റേനൊക്കെ നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് തുരത്താൻ പറ്റും. അപ്പോൾ ഞാൻ 2 കഷ്ണം പച്ചമുളകും കൂടി ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിനെ നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ച് ആ ഒരു സത്തെല്ലാം ആ വെള്ളത്തിൽ ഊറി വരുന്നത് വരെ തിളപ്പിക്കണം കേട്ടോ. അപ്പോൾ ഇതിവിടെ നല്ലതുപോലെ തിളച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തിളച്ചപ്പോൾ തന്നെ അറിയാൻ കണ്ട ആ ഒരു സത്തെല്ലാം നല്ലതുപോലെ നമുക്ക് ആ ഒരു വെള്ളത്തിലേക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്നും കൂടി നമുക്കൊരു 5-10 മിനിറ്റും കൂടി നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതാ ഇവിടെ നല്ലതുപോലെ തിളച്ച് ആ ഒരു സത്തെല്ലാം ഊറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ തീ ഓഫ് ചെയ്ത ശേഷം നല്ലതുപോലെ ഒന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അപ്പോൾ തണുത്ത ശേഷം നമുക്കിതിൻ്റെ ആ ഒരു കൊത്തെല്ലാം ഒന്ന് അരിച്ചൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ കൊത്തെല്ലാം ഒന്ന് അരിച്ച് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വിനാഗിരിയാണ്. അപ്പോൾ ഞാൻ ഇവിടെ വിനാഗിരിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു ബോട്ടിലിലേക്ക് ആക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഒരു ബോട്ടിലോ അല്ലെങ്കിൽ ഒരു സ്പ്രേ ബോട്ടിലായാലും മതി കേട്ടോ.
അപ്പോൾ ഞാൻ ഇവിടെ ഒരു കുപ്പിയിലേക്ക് ആക്കിയിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഇതിനെ ആ ഒരു കിച്ചൺ ടൈലിലും അതുപോലെ തന്നെ സിങ്കിലൊക്കെ നല്ലതുപോലെ തളിച്ച് കൊടുക്കണം. അപ്പോൾ രാത്രിയിൽ ഇത് തളിച്ചിട്ട ശേഷം നമ്മൾ കിടക്കുകയാണെങ്കിൽ പാറ്റയുടെയും പല്ലിയുടെയും ഉറുമ്പിൻ്റെയൊക്കെ ശല്യം നല്ലതുപോലെ കുറഞ്ഞ് കിട്ടും കേട്ടോ. അത് ഒട്ടും തന്നെ അടുക്കില്ല. അപ്പോൾ ഇതിനെ ഒന്ന് നമുക്ക് നിറയെ ഒന്ന് തളിച്ചിട്ടിരിക്കണം കേട്ടോ. അതിന് ശേഷം നമ്മൾ രാവിലെ ഒന്ന് തുടച്ചെടുത്താൽ മതി. നല്ലതുപോലെ ഒന്ന് തുണിയിൽ വെള്ളം മുക്കി ഒന്ന് തുടച്ചെടുത്താൽ മതി കേട്ടോ. ഇത് ഒട്ടും കെമിക്കലില്ലാത്ത നല്ല നാച്ചുറലായിട്ടുള്ള ടിപ്സാണ് കേട്ടോ. അപ്പോൾ ഇത് മാത്രമല്ല, നമ്മുടെ കിച്ചൻ്റെ അടുപ്പിൻ്റെ പുറത്തും എല്ലായിടത്തും ഒന്ന് ഇതുപോലെ ഒന്ന് തളിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ പാചകമൊക്കെ ചെയ്ത് നല്ലതുപോലെ തുടച്ച് വൃത്തിയാക്കിയ ശേഷം വേണം ഇത് തളിച്ചിടാൻ കേട്ടോ. അങ്ങനെ വരികയാണെങ്കിൽ പാറ്റയും അതുപോലെ തന്നെ ഉറുമ്പ ഒന്നും നമുക്ക് ആ ഒരു കിച്ചണിൽ വരില്ല കേട്ടോ. ഇനി നമ്മൾ ഇത് കിച്ചൺ സിങ്കിലും ഇതുപോലെ ഒന്ന് കുറച്ച് നിറയെ ഒന്ന് തളിച്ചിട്ടിരിക്കുക. അതിന് ശേഷം രാവിലെ ഒന്ന് നല്ലതുപോലെ കഴുകിയാൽ കളഞ്ഞാൽ മതി കേട്ടോ. ഇത് പേടിക്കാനൊന്നുമില്ല, ഒട്ടും കെമിക്കലില്ല, അതുകൊണ്ട് ഒട്ടും പേടിക്കാനില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് നിറയെ ഒന്ന് തളിച്ചിട്ടിട്ട് നമ്മൾ കിടക്കുകയാണെങ്കിൽ രാത്രിയിൽ വരുന്ന പാറ്റയും പല്ലിയുടെ ശല്യമൊക്കെ നല്ലതുപോലെ. ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ. നമ്മൾ ഇതുപോലത്തെ കവറിലൊക്കെ എണ്ണ വാങ്ങിക്കുന്നവർ ഈ കവറിൽ എണ്ണ നമ്മൾ ബോട്ടിലാക്കിയ ശേഷം നമ്മൾ കവർ കളയുകയാണ് ചെയ്യണം. പക്ഷേ അതിൽ നിറയെ നമുക്ക് ആ ഒരു എണ്ണയായാലും സൺഫ്ലവർ ഓയിലൊക്കെ അതിൽ പറ്റി പിടിച്ചിരിക്കാറുണ്ട്. അപ്പം നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ചപ്പാത്തിക്ക് അതുപോലെ തന്നെ പൂരിക്കൊക്കെ മാവ് കുഴയ്ക്കുമ്പോൾ നമ്മൾ കുറച്ച് ഓയിൽ ചേർക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഇനി അങ്ങനെ ചേർക്കേണ്ട കേട്ടോ. ഇതുപോലെ ഈ കവറിലേക്ക് നമ്മൾ മാവ് ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ അതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ ആ ഒരു കവറിലിരിക്കുന്ന എണ്ണ എല്ലാം നമുക്ക് ആ ഒരു മാവിൽ നല്ലതുപോലെ പിടിച്ച് കിട്ടും. അപ്പം നമ്മൾ വേറെ എണ്ണ നമ്മൾ ആ ഒരു മാവിൽ ചേർക്കേണ്ടി വരില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലത്തെ കവറൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഇവിടെ 1 കപ്പ് അളവിൽ ഗോതമ്പ് മാവ് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളവും കുറച്ച് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് ഇതിനെ ഒന്ന് നല്ലതുപോലെ ഒന്ന് റബ്ബർ ബാൻഡ് ഇട്ട് ആ ഒരു കവറൊന്ന് കെട്ടിക്കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ ആ ഒരു കവറിലുള്ള എണ്ണ എല്ലാം നമുക്ക് ആ ഒരു ഇത് മാവിലേക്ക് പറ്റിപ്പിടിച്ച് കിട്ടും. അപ്പം നമുക്ക് വേറെ എണ്ണയൊന്നും ചേർക്കാതെ തന്നെ നമുക്ക് ഈ ഒരു മാവ് കുഴച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്ത ശേഷം 2-3 പ്രാവശ്യം ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു എണ്ണയെല്ലാം നമുക്ക് നല്ലതുപോലെ ആ മാവിൽ പറ്റിപ്പിടിച്ചിരിക്കും കേട്ടോ. നമുക്ക് വലിയ കവറൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് മാവ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് തട്ടി കൊടുക്കാം. അപ്പോൾ ഒന്ന് നമ്മൾ മാവ് കുഴഞ്ഞും കിട്ടും, അതുമാത്രമല്ല ആ ഒരു എണ്ണ എല്ലാം മാവിൽ നല്ലതുപോലെ കിട്ടും കേട്ടോ. നമുക്ക് വേറെ എണ്ണയൊന്നും ചേർക്കേണ്ട, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമുക്ക് ചപ്പാത്തിയായാലും പൂരിയായാലും തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ മാവ് നല്ലതുപോലെ സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്, നല്ല എണ്ണമയമൊക്കെ അതിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ, നല്ലൊരു ടിപ്സാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് കാണിച്ച എല്ലാ ടിപ്സുകളും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയ കൂട്ടുകാർ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോവല്ലേ.